കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. നമുക്കിതിന് മെഷറിംഗ് കപ്പോ ബീറ്ററോ ഒന്നും വേണ്ട, ഓവനും വേണ്ട കേട്ടോ. നമ്മൾ സാധാ ഗ്യാസ് സ്റ്റൗവിലാണ് കേട്ടോ ഇന്നിപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് കേക്കാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് എല്ലാവരും ഇതുപോലത്തെ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കി നോക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. തന്നെ മിക്സിയുടെ നമ്മുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെഷറിംഗ് കപ്പ് ഒന്നുമല്ല എടുക്കുന്നത്, ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ നമ്മളെല്ലാം മെഷർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിൽ ഞാൻ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പൊടിക്കണം. അതിന് മുന്നേ നമുക്കിതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇടണം. അപ്പോൾ അത് ഞാൻ 2 കഷ്ണം പട്ടയും കുറച്ച് ഏലക്കായും ഒരു 2 ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ആ പഞ്ചസാരയും മസാലകളും ഒക്കെ കൂടി നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ശേഷം ഒരു പാൻ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഗ്യാസ് സിമ്മിലാണ് ഇട്ടിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പൊടിച്ച് വെച്ചല്ല, പകുതി പഞ്ചസാര ഇട്ടിട്ട് ഞാൻ കാരമൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ കാരമൽ ചെയ്യാൻ. അപ്പോൾ കാരമൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ ആവണം കേട്ടോ, നമ്മൾ ചെറുതീയിലിട്ടിട്ട് ആവണം. അധികം ഡാർക്ക് കളർ ആവരുത്. ഡാർക്ക് കളർ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കേക്കിന് കയ്പ്പ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ചെറുതായിട്ട് ഉരുക്കിയെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കളർ ആയാൽ മതി കേട്ടോ. ഇതേപോലെ ആക്കിയെടുക്കണം. ഇതേപോലെ ആയതിന് ശേഷം നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കുറച്ച് ബാക്കിലേക്ക് മാറി നിന്നിട്ട് ഒഴിക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് മുഖത്തേക്ക് ആളും. അപ്പോൾ നിങ്ങൾ ബാക്ക് ഇറങ്ങി നിന്നിട്ട് ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ കട്ടകൾ പിടിക്കുന്ന പോലെ ഉണ്ടാവും, പക്ഷേ ചെറുതിയിലിട്ട് കഴിഞ്ഞാൽ ഈ കട്ടയൊക്കെ കലിയും കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട നമ്മുടെ അണ്ടിപ്പരിപ്പ്, കറുത്ത മുന്തിരി, അത് മറ്റേ എന്താ പറയുക ടൂട്ടി ഫ്രൂട്ടി അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എത്ര ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടിയിട്ട് ഒരു 3/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കറുത്ത മുന്തിരിയും, കുരുയില്ലാത്ത കറുത്ത മുന്തിരിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കാരമൽ ചെയ്തിട്ട് സിറപ്പിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു കുറുകുറു എന്നുള്ള ഒരു പാകത്തിനാവുക കേട്ടോ. അതുപോലെ അധികം അങ്ങോട്ട് കട്ടയാവണ്ട, ചെറുതായിട്ട് ഇതൊക്കെ എല്ലാം കൂടി സെറ്റായാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ സെറ്റാക്കുന്നുണ്ട്. റെഡി ആവുന്നതിന് മുന്നേ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ നമ്മുടെ മെയിനായിട്ട് നമ്മൾ ഈ കേക്കിന് ഞാൻ മൈദയല്ല എടുക്കുന്നത്, ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇപ്രാവശ്യം പ്ലം കേക്കിന് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി നന്നായി അരിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. മൈദ എടുക്കേണ്ടവർക്ക് മൈദ എടുക്കാം കേട്ടോ. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായി അരിക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടണം. ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ അതും കൂടി അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് 3 ട്രിപ്പ് നമുക്കിത് അരിച്ചെടുത്ത് വരണം. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ കാരമൽ സിറപ്പിൻ്റെ ഇതെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ലൂസായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാറാൻ വയ്ക്കാം. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിൽ ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ബട്ടർ അല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ജസ്റ്റ് അടിച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്. അതിൽ ഓയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കേക്ക് ടിന്ന് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വട്ടച്ചോറും പാത്രമൊക്കെ ഇല്ലേ, അതായാലും കുഴപ്പമില്ല. അപ്പോൾ അതിലിങ്ങനെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതി. ഇനി ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇതുപോലെ ഓയിൽ ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മൈദ എല്ലായിടത്തും ഇട്ട് കൊടുത്താലും മതി. അപ്പോഴും അടിയിൽ ഇങ്ങനെ പിടിക്കില്ല. അപ്പോൾ ബട്ടർ പേപ്പർ ഞാൻ അടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലും കൂടി ഓയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കേക്കിന് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ കുറച്ച് ബട്ടർ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ വെട്ടിയെടുത്തിട്ട് സൈഡിലും കൂടി ജസ്റ്റ് ഒന്ന് നമ്മളിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്ററൊക്കെ നമ്മൾ കാരമലാക്കി വെച്ചിട്ടുള്ളത് ഇതേപോലെ കട്ടിയിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അടിച്ച മുട്ടയും ഒക്കെ കൂടിയിട്ടുള്ള മിക്സ് നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല പ്ലം കേക്കിൻ്റെ കളർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാരമൽ സിറപ്പ് ആക്കി വെച്ചത് കുറച്ച് ചൂടാറി കഴിഞ്ഞപ്പോൾ കുറച്ച് കട്ട വന്നു കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ മുട്ടയുടെ മിക്സും കൂടി നമുക്കിതിൽ മിക്സ് ചെയ്യാം. പിന്നെ നമ്മളിത് അരിച്ച് വെച്ചിട്ടുള്ള
നമ്മുടെ ഗോതമ്പ് പൊടി കുറേശ്ശെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറേശ്ശെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആകെ കട്ട പിടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതേ കുറേശ്ശെ മൊത്തം ഞാൻ ഇളക്കിയെടുത്ത് വരുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നട്ട്സ് ഇടേണ്ടത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് ഇടണമെങ്കിലും നമുക്ക് ഇടാം കേട്ടോ. കുറച്ച് മൈദയിൽ നമ്മുടെ നട്ട്സും ഒക്കെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. നമ്മൾ കാരമൽ സിറപ്പിൻ്റെ കൂടെ ഇട്ടുവെന്ന് മാത്രം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി ഇതാ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് എല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ബാറ്ററൊക്കെ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ എയർ ബബിൾസ് വരും. അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേ ഞാൻ ഇതുപോലത്തെ ഗ്യാസ് സ്റ്റോപ്പിൽ ഇതുപോലത്തെ വട്ടച്ചെമ്പിന് വെച്ചിട്ട് ഇതുപോലെ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മുടെ കേക്ക് വെക്കുന്നത്. ഇതൊരു ഓവൻ സെറ്റപ്പാണ് കേട്ടോ. ഓവൻ ഇല്ലെങ്കിലും ഇതേപോലെ വട്ടച്ചെമ്പിൽ നമുക്ക് കേക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു വെയിറ്റ് കയറ്റി വെച്ച് കൊടുക്കും. സിം അതേ ചെറുതായിട്ട് ഇടണം കേട്ടോ. ഈ സിമ്മിലിട്ട് കൊടുക്കണം. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കേക്ക് ഒന്ന് ജസ്റ്റ് പൊന്തി വന്നിട്ടുണ്ടാവും. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ നട്ട്സും കാര്യങ്ങളും ഒന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ കേക്ക് ഒന്ന് പൊന്തി വരുമ്പോൾ മാത്രം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒപ്പം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ നട്ട്സും കാര്യങ്ങളൊക്കെ അടിയിൽ പോയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കേക്ക് ഒന്ന് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ടൂട്ടി ഫ്രൂട്ടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രം ഇങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ കേക്കൊക്കെ ഒന്ന് വെന്തോന്ന് അറിയണ്ടേ. അപ്പോൾ കേക്ക് കണ്ടില്ലേ, ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച കാരണം തന്നെ നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതേ ഇനിയൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുമ്പോൾ തന്നെ ആയിട്ടില്ല. ഇനി രണ്ടാമത് ഒന്നുകൂടി നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നമ്മുടെ ടിന്ന് തുറന്നിട്ടുള്ളത്. പിന്നെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട്. നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും ഇറങ്ങി പോകാനുണ്ട് ഹൈറ്റ്. അപ്പോൾ ടൂത്ത് പിക്ക് ഇനി പോയാൽ ചിലപ്പോൾ എനിക്ക് കിട്ടില്ല. കണ്ട ഒട്ടിപ്പിടുത്തൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളി കേക്കാണ്. അപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് സെറ്റായിട്ടുള്ളത് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് അതിൽ നിന്ന് പുറത്തിറക്കി വെച്ചിട്ട് കുറച്ച് ചൂടാറിയതിന് ശേഷമാണ് മുറിക്കാൻ പറ്റുള്ളൂ. ഇന്ന് മുറിച്ചില്ലെങ്കിലും 2 ദിവസം കഴിഞ്ഞിട്ട് മുറിക്കാവുമ്പോഴാണ് ഈ പ്ലം കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു തുണി അങ്ങോട്ട് മൂടിയിട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു പിറ്റേ ദിവസമാണ് കേട്ടോ ഈ കേക്ക് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഇതിൽ നിന്നൊക്കെ ഇളകി കറക്റ്റായിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. കേക്ക് നല്ല ഹൈറ്റിൽ വന്നിട്ടുള്ളത് കണ്ടില്ലേ. ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കേക്ക് നല്ല ഹൈറ്റിൽ വരും ചെയ്യും. നല്ല സോഫ്റ്റ് കേക്കായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി കേക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ മൈദ ഒഴിവാക്കിയിട്ട് പരമാവധി ഗോതമ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. കേക്കൊക്കെ സെറ്റായിട്ടുണ്ട്. കേക്കിൻ്റെ സോഫ്റ്റ്നെസ് നല്ല പഞ്ഞി പോലത്തെ എന്ന് പറയില്ലേ, അതേപോലത്തെ കേക്കായിരുന്നു കേട്ടോ. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, കത്തി കൊണ്ട് മുറിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ താന്നു പോകുന്നുണ്ട്. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.